ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഓരോ പുതിയ മോഡലും ഓരോ പുതിയ എക്സ്പെക്റ്റേഷൻസ് ആണ് തരുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ലാസ്റ്റ് വീക്ക് ഓപ്പൺ എഐൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള മോഡൽസിനെ അപേക്ഷിച്ച് ChatGPTയുടെ ലേറ്റസ്റ്റ് മോഡലായ ChatGPT-5 ഫ്രീ ആൻഡ് പെയ്ഡ് യൂസേഴ്സിന് ഒരുപോലെ അവൈലബിൾ ആണ്. ഈ ഒരു ലേറ്റസ്റ്റ് മോഡലിൽ ഓപ്പൺ എഐ പുതിയ വേരിയേഷൻസ്, പെർഫോമൻസ് അപ്ഡേറ്റ്, സേഫ്റ്റി ഇംപ്രൂവ്മെന്റ്സ്, പിന്നെ ബോർഡർ സിസ്റ്റം ഇന്റഗ്രേഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ChatGPTയുടെ ഈ മോഡലിനെ ഫാസ്റ്റസ്റ്റ്, സ്മാർട്ടസ്റ്റ് ആൻഡ് ഗെയിം ചേഞ്ചിങ് മോഡൽ എന്നാണ് AI ലോകം തന്നെ അവകാശപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ChatGPT യൂസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രീവിയസ് മോഡൽസിലൊക്കെ നമുക്ക് ടാസ്കിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് മോഡൽ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ChatGPT-5ന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു മോഡലിൽ ഡിഫറെൻറ്റ് ടാസ്കിന് വേണ്ടിയിട്ട് മോഡൽ സ്വിച്ച് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോഡൽ തന്നെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ക്വിക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസണിങ് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ChatGPT ഈ മോഡലിനെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. ഈ ഒരു ലോഞ്ച് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിനൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ആയിരിക്കും എന്നാണ് പലരും അവകാശപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ChatGPTയുടെ ലേറ്റസ്റ്റ് മോഡലിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ChatGPT-5, ChatGPT-5ൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്തൊക്കെയായിരിക്കും, ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, നമുക്ക് ആസ് എ യൂസർ നമുക്കതെങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഡേറ്റാ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, MERN സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ once again, I'm Sahir. Welcome to the new video of Edu Learning. ആദ്യമായിട്ട് എന്താണ് ChatGPT-5? ChatGPT-5 എന്ന് പറയുന്നത് ഓപ്പൺ എഐയുടെ 5th ജനറേഷൻ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ മോഡലാണ്. കറന്റ്ലി നിങ്ങളുടെ എല്ലാം ChatGPTയുടെ ഡിഫോൾട്ട് മോഡൽ തന്നെ ChatGPT-5 ആയിരിക്കും. ഏർലിയർ വെർഷൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കറന്റ്ലി ChatGPT-5ൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തോന്നിയത് നമ്മുടെ പ്രീവിയസ് ChatGPTയുടെ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മോഡൽ സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പം ഒരു ടാസ്ക് സ്പീഡിലാണ് ചെയ്യേണ്ടത്, നമ്മൾ 4.8 അല്ല ഡീപ്പ് റീസണിങ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ O3 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മളുടെ ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ChatGPTനെ ഓട്ടോമാറ്റിക്കലി മോഡൽ സ്വിച്ച് ചെയ്യും. രണ്ടാമത്തേന്ന് പറയുമ്പം GPT-4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ GPT-5ൽ 45% ഫ്യൂവർ ഫാക്ച്വൽ എറേഴ്സ് ആണ് കാണിക്കുന്നത്. അത് നിങ്ങൾ തിങ്കിങ് മോഡലാണ് യൂസ് ചെയ്യണമെന്നുള്ള 80% ഫാക്ച്വൽ എറേഴ്സിൻ്റെ പോസിബിലിറ്റി കുറവായിരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ വേറൊരു ഫീച്ചറായിട്ടുള്ള കോഡിംഗ് ആണ്. SWE ബെഞ്ച് മാർക്ക് ഡേറ്റാ സെറ്റിൽ 74.9 ആണ് ChatGPTയുടെ 5th മോഡൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അതായത് GPT-5 ഫാസ്റ്ററായിട്ട് മാത്രമല്ല, ക്ലിയർ, കൺസൈസ് ആൻഡ് കമൻറ്റഡ് ആയിട്ടുള്ള കോഡ്സ് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. ഇതുകൂടാതെ കോഡ് എക്സ്പ്ലെയിനിങ്ങും ലോജിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും GPT-5 മോഡലിന്. GPT-4 നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയത്തില്ല, 128K ടോക്കൺസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ GPT-5 അത് ഓൾമോസ്റ്റ് ഡബിൾ ആയത് 256K ടോക്കണിൻ്റെ വിൻഡോ ആണുള്ളത്. അതായത് നമുക്ക് അറ്റ് എ ടൈം ഒരു 100 പേജിൻ്റെ കോണ്ടന്റ് ഒക്കെ നമുക്ക് ChatGPT-5 ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോങ് ഫോം കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ലോങ് ബുക്കിൻ്റെ സമ്മറി എടുക്കാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. 5th ഫീച്ചർ എന്ന് പറഞ്ഞത് ChatGPT-5 ബോർഡർ ഫ്ലുവൻസിയിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ മലയാളവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമായിട്ട് തോന്നേണ്ട കാര്യം എന്ന് പറയുന്നത്. ChatGPT-4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ലാംഗ്വേജ് ഫ്ലുവൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ChatGPT-5 എല്ലാ യൂസേഴ്സിനും, ChatGPT യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഫ്രീ യൂസേഴ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രം. നമുക്കിത് ChatGPTയുടെ റിയൽ വേൾഡ് യൂസ് കേസ് നോക്കാം. നമ്പർ 1 ലോങ് ഫോം കോണ്ടന്റ് ആണ്. നമുക്ക് പ്രീവിയസ് മോഡൽസും ഈ ഒരു ChatGPT-4 മോഡലും വെച്ചൊരു സെയിം കൊറി എടുത്തിട്ട് തന്നെ നമുക്കൊരു ടോപ്പിക്ക് ജനറേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഡിഫറൻസ് നമുക്ക് നോക്കാം. ChatGPT-5ൽ മോസ്റ്റ് ടെക്നിക്കൽ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വരെ ഹ്യൂമൻ ടച്ചിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ കോണ്ടന്റിൻ്റെ ടോണും സ്റ്റൈലും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഈ മോഡലിനെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ നമുക്കൊരു സെയിം കൊറി 2 സ്ഥലത്തൊന്ന് കൊടുത്തു നോക്കാം. സോ ഞാൻ ChatGPT എടുക്കാം. ഇതിപ്പം ഡിഫോൾട്ടായിട്ട് ലോഗിൻ ആണ്. ഇതിൻ്റെ അകത്ത് ChatGPT-5 ഉള്ളത്. നമുക്ക് ഇൻകോഗ്നിറ്റോ മോഡിൽ നമുക്ക് സൈൻ ചെയ്യാത്തൊരു ChatGPT കൂടെ എടുക്കാം. സോ ഞാൻ ഇതിൻ്റെ അകത്ത്
ക്രിയേറ്റ് എ ബ്ലോഗ് ഫോർ ടോപ്പിക്. നമുക്ക് ChatGPT-5 കുറിച്ച് തന്നെ എന്താണെന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഞാൻ ഇനിയിപ്പം ChatGPT-5 സെയിം ക്വറി കൊടുക്കുകയാണ്. സോ ഇത് നോക്കുകയാണെങ്കിൽ അറിയാം, അതിൻ്റെ അകത്ത് വെൽ സ്ട്രക്ചറാണ്. ബ്ലോഗിൻ്റെ ടൈറ്റ് സബ്ജക്റ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാണ് ലോഞ്ച് ചെയ്തത്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരിക്കും, കീ ഫീച്ചേഴ്സ് ആൻഡ് കാപ്പബിലിറ്റി, അതിന് ഓരോന്നിനും ജെന്യൂനായിട്ടുള്ള ലിങ്കും റിസോഴ്സസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യൂസറിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നതിന് കൺക്ലൂഷൻ ഉണ്ട്. കൂടാതെ ജെന്യൂനായിട്ടുള്ള കുറച്ച് ലിങ്ക് സോഴ്സസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ ജെന്യൂൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നമുക്ക് പല ടോപ്പിനോട് ഡീറ്റെയിൽഡ് ആയിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് GPT-5 ഫാസ്റ്റായിട്ട് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കോഡ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനിത് ക്രിയേറ്റ് എ സ്മോൾ ടു ഡു ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുകയാണ്. കോഡ്സ് എഴുതുന്നുണ്ട്, HTML, CSS, JavaScript വെച്ചിട്ടുള്ളത്. സോ കോഡ് ജനറേറ്റ് ആയി. ഞാൻ കോഡിൻ്റെ പ്രിവ്യൂ കാണിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സെയിം കോഡ് തന്നെ ഞാൻ GPT-5 അകത്തോട്ട് കോപ്പി ചെയ്യാണ്. ചാറ്റ് എടുത്തു. ഓക്കെ, റിയാക്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നോക്കിയത് ഓരോന്നിനും ഒരു കമൻറ്റ് എടുത്തിട്ടുണ്ട്. നേരത്തെ അതിൽ കമൻ്റ് ഒന്നും കണ്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരാൾക്ക് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു UI. ഓക്കെ, കോഡ് കുറച്ചും കൂടെ ക്ലീൻ ആണ്. ഓൾമോസ്റ്റ് 211 ലൈൻസ് ഓഫ് കോഡ്. ഞാൻ കോഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ എന്താണ് പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. ആൾ ആക്റ്റീവ് ആണ്, എത്ര ടാസ്ക് പെൻഡിങ് ആണ്. സോ വെൽ ഡൺ, റൈറ്റ്? സൈനപ്പ് ഇല്ലാതെ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ChatGPT-5 ലേറ്റസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ടൂൾസിൻ്റെ ഇൻ്റഗ്രേഷൻസ് ആണ്. ഇപ്പം ഏജൻറ്റിക്ക് മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ട്. അതായത് നമുക്കിപ്പം ഏജൻസിനെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഡിഫോൾട്ടായിട്ട് ഒരുപാട് ഇൻ്റഗ്രേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റഗ്രേഷൻസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വരിക, സെറ്റിങ്സ് എടുക്കുക, ഇതിൻ്റെ അകത്ത് കണക്റ്റേഴ്സ് ഉണ്ട്. ഞാനിപ്പം Gmailഉം Google കലണ്ടറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഏജൻറ്റിക് മോഡ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഓട്ടോമേഷനായിട്ട് നമുക്കിവിടെ നമുക്കിപ്പോൾ ഒരു ക്വറി കൊടുത്തു നോക്കാം. കണക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് എ കോംപ്ലക്സ് വർക്ക് ഫ്ലോ ഇമെയിൽ മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ യൂസിങ് Gmail ആൻഡ് Google കലണ്ടർ. സോ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്ക് ഫ്ലോയും ക്രിയേറ്റ് ചെയ്ത് ഓരോന്നിനായിട്ടുള്ള ഇമെയിൽ സീക്വൻസും ജനറേറ്റ് ചെയ്തോളൂ. ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഫയൽസും ബാക്കി കാര്യങ്ങൾ നമുക്കത് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടും. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ആൻഡ് ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഒളിമ്പിയാഡ് ലെവൽ പ്രോബ്ലംസ് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ChatGPT-5 മോഡലിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും. ഞാനൊരു യൂസ് കേസ് എടുക്കാം. ഒളിമ്പിയാഡ് മാത്സ് പ്രോബ്ലം ഇമേജ് എടുക്കാം. പുതിയ ചാറ്റ് എടുത്ത് മാത്സ് പ്രോബ്ലം. സോ ഇമേജിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ആക്യുറേറ്റ് ആയിട്ട് അത് വാല്യൂ ഗ്രാബ് ചെയ്യുന്നുള്ളതാണ്. സോ സൊല്യൂഷൻ പറഞ്ഞിട്ട് ഗിവ് മീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസണിങ്. സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളത് ഇതിൻ്റെ അകത്ത് മോഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റഡി ആൻഡ് ലേൺ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും എസ്പെഷ്യലി കോഡിംഗ് ഒക്കെ പഠിക്കാനായിട്ട്
വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും സ്റ്റഡി ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വിസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ക്യാപ്പബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് ChatGPT 5ന്. നമ്മൾ ഇത്രയും നേരം അതിൻ്റെ യൂസ് കേസാണ് നോക്കിയത്. പക്ഷേ ChatGPTക്ക് കറണ്ട് സിനാരിയോയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീ യൂസർ ലിമിറ്റാണ്. ഇപ്പോൾ ഫ്രീ യൂസേഴ്സിന് യൂസേജ് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി. അതൊരു ലിമിറ്റേഷൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. ദെൻ എറേഴ്സ് ആണ്. ChatGPTയിൽ എറേഴ്സ് കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ 45% ഫാക്ടേഴ്സ് കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഹൈലി കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോഴും പല കാര്യത്തിനും എറേഴ്സ് നൽകുന്നുണ്ട്. സോ നമുക്ക് അടുത്തതായിട്ട് എങ്ങനെ ChatGPT മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ നോക്കാം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളതാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇപ്പം ഏതൊരു കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്ന എത്രത്തോളം അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന എത്രത്തോളം അറിഞ്ഞിരിക്കണം എന്നുള്ള ഇതുപോലെ അടുത്തൊരു 2-3 വർഷത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എസ്പെഷ്യലി കറണ്ട് സിനാരിയോയിൽ. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡെപ്തായിട്ട് പഠിക്കുക. നിങ്ങൾ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴും ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റോൾ ബേസ്ഡ് പ്രോംപ്റ്റ്സ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ആക്ട് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ആക്ട് എ പൈതൺ ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പൈതൺ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓരോ ടാസ്ക് കൊടുക്കുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസണിങ് കൂടെ ചോദിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ തിങ്കിങ് മോഡിന് ലിവറേജ് ചെയ്യുക എന്നുള്ളതാണ്. GPT-5 കറന്റ് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് മോഡാണുള്ളത്. സോ നിങ്ങൾക്ക് ഇൻഡെപ്ത് റീസണിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോംപ്റ്റിനോട് തിങ്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻസറിങ് എന്നുകൂടി നൽകുക. അത് ബെറ്റർ ആയിട്ടൊരു ഔട്ട്പുട്ട് നൽകും. ദെൻ ഡിഫറെൻറ്റ് ടൂൾസായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൂൾസായിട്ട് ജിമെയിലുമായിട്ടും കലണ്ടറുമായിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടാസ്കുകൾ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, വർക്ക് ഫ്ലോ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, മെയിലിന് എങ്ങനെ ഓട്ടോമേറ്റ് റിപ്ലൈ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പാം മെയിൽസിനെ എങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ എറേഴ്സ് ഉണ്ടാക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ആർക്കെങ്കിലും പാസ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ChatGPT-5 ഫ്യൂച്ചർ ഔട്ട്ലുക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. GPT-5 അഡ്വാൻസ്ഡ് ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് കറണ്ട് ട്രാജക്ടറി അനുസരിച്ച് റിച്ചർ മൾട്ടി മോഡൽ ഇൻ്റഗ്രേഷൻസ് ഭാവിയിലുള്ള മോഡൽസിൽ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ സ്ട്രോങ് പേഴ്സണലൈസേഷൻസ് ഇനിയുള്ള വേർഷൻസിൽ കൊണ്ടുവരും ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ സീംലെസ് ഓഡിയോ വീഡിയോ അനാലിസിസ്, ഇപ്പം കറന്റ് ഓഡിയോ വീഡിയോ അനാലിസിസിനൊക്കെ ലിമിറ്റേഷൻസ്, അപ്പോൾ സീംലെസ് ഓഡിയോ വീഡിയോ അനാലിസിസ് കൊണ്ടുവരുന്ന പ്രോബിലിറ്റി ഉണ്ട്. ഫ്യൂച്ചറുള്ള മോഡൽസിൽ കറന്റ്ലി കൊണ്ടുവന്നിട്ടുള്ള AI അസിസ്റ്റന്റ് മോഡൽ ഒരു ടീംമേറ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളുടെ ഒരു ടീംമേറ്റ് ആയിട്ട് അതിനെ മാറ്റാനുള്ള പ്രോബിലിറ്റീസ്, എസ്പെഷ്യലി ഓൺടർപ്രണേഴ്സിന് കൊണ്ടുവരാനുള്ള പ്രോബിലിറ്റിയും പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഇപ്പോഴുള്ള മോഡലിൽ ഡിഫറെൻറ്റ് ടൂൾസ് ഇൻറ്റഗ്രേറ്റഡ് പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാവിയിലുള്ള മോഡൽസിൽ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻസിൽ കുറച്ചും കൂടെ അധികം ഇൻവോൾവ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓട്ടോമാറ്റിക്കലി മൾട്ടി ഡേ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന കാപ്പബിലിറ്റി ഉള്ള മോഡൽസ് ആയിരിക്കും ഭാവിയിൽ വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി എറേഴ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ടുവരും. ദെൻ ഹാംഫുൾ കോണ്ടന്റ് അവോയ്ഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസും കൊണ്ടുവരും. ദെൻ ആസ് എ യൂസർ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫിയേഴ്സ്ഫുൾ കോമ്പറ്റീഷൻ ഇനിയുള്ള കാലത്ത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എസ്പെഷ്യലി ജയൻസ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും ഫേസ്ബുക്കും ഓപ്പൺ എയൊക്കെ തമ്മിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GPT-5 കൺസിഡർ ചെയ്തിട്ട് ഗൂഗിൾ ജെമിനിയും ലാമ, ദെൻ ആന്ത്രോപിക് ക്ലൗഡ്, ഡീപ് സീക്ക് എന്നിവയെല്ലാം അവരുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാനുള്ള ചിന്തകളിലായിരിക്കും, അങ്ങനത്തെ മോഡൽസ് ബിൽഡ് ചെയ്യാനുള്ള ചിന്തയിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ AI റൈസ് മോർ ഇന്നോവേറ്റീവും ഇന്റൻസും ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ വീഡിയോ അവസാനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ChatGPT-5 ഡെഫിനറ്റ്ലി AI റേസിൽ യൂസബിലിറ്റി, റീഡബിലിറ്റി, അഡാപ്റ്റബിലിറ്റി എന്നൊരു വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഫാസ്റ്റ് റെസ്പോൺസ് ടൈം, ഡീപ്പ് റീസണിങ്, പിന്നെ മൾട്ടിപ്പിൾ മോഡൽസ് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നമ്മളുടെ ജോബ് വളരെ പ്രൊഡക്റ്റീവും എഫിഷ്യൻറ്റും ആക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ട്രൂ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ ആർട്ടിക്കൽ ഉണ്ടാക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ, കോഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണെങ്കിലോ, വർക്ക് ഫ്ലോസ് ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ChatGPT നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ ടേൺ ആണ്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെ സഹായിക്കാൻ പറ്റും, നിങ്ങളുടെ കരിയർ ഗോൾ അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ChatGPT-5 യൂസ് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്യൂച്ചർ ഓഫ് AI ഒരിക്കലും ഓപ്പൺ AI, ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികളെല്ലാം, മറിച്ച് ഇത്തരത്തിലുള്ള ടൂൾസ് യൂസേഴ്സായ നമ്മൾ എങ്ങനെ പൊട്ടൻഷ്യലി യൂസ് ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും ഈ സെഗ്മെൻറ്റ് ഗ്രോ ചെയ്യുക പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.